രാജ്യത്തെ പ്രമുഖ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡായ സെൻസോഡൈന്റെ ടൂത്ത് പേസ്റ്റ് കമ്പനിക്ക് 10 ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ് കേന്ദ്ര കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിനാണ് സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റ് കമ്പനിക്ക് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 10 ലക്ഷം രൂപ പിഴ ചുമത്തിയത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ വെളിവായത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിലാണെങ്കിൽ മെർക്കുറി കൂടുതൽ, ഇനി ജിമ്മിൽ പോയി പ്രോട്ടീൻ പൗഡർ കിട്ടുന്നു എന്നതിന്റെ പേരിൽ കിട്ടുന്ന സാധനങ്ങളിലൊക്കെ വലിയ രീതിയിൽ സ്റ്റീറോയിഡുകൾ, ഇതെല്ലാം ശരീരത്തിന് അങ്ങേയറ്റം ഹാനികരമായ പദാർത്ഥങ്ങളാണ് എന്നല്ലേ ഇപ്പോൾ അന്വേഷണം നടത്തിയവർ കണ്ടെത്തിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ ഭാഗമായി 2 പരിശോധനകളാണ്, 2 ഓപ്പറേഷനുകളാണ് അവർ നേതൃത്വം കൊടുത്തത്. ഒന്ന് ഓപ്പറേഷൻ സൗന്ദര്യ, മറ്റൊന്ന് ഓപ്പറേഷൻ ശരീര സൗന്ദര്യ. ഒന്ന് മുഖവും മുടിയും ഒക്കെ സൗന്ദര്യം വരുത്തുന്ന പരിപാടി, മറ്റൊന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മസിലുകൾക്ക് സൗന്ദര്യം വരുത്തുന്ന പരിപാടി. രണ്ടിലും വ്യാപകമായി കണ്ടെത്തിയിരിക്കുന്നത് മെർക്കുറിയുടെയും അതുപോലെ സ്റ്റിറോയിഡുകളുടെയും അംശമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. അതായത് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി കോസ്മെറ്റിക് പ്രൊഡക്ട്സിൽ നിന്നാണ് ആദ്യം പരിശോധന നടത്തിയത്. ലിപ്സ്റ്റിക്, ഫേസ് ക്രീം തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശോധന നടത്തിയത്. അങ്ങനെ പരിശോധിച്ച് മെർക്കുറിയുടെ അംശം കണ്ടെത്തിയതിൽ 12 ലക്ഷം രൂപയിലധികം വരുന്ന പ്രൊഡക്റ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 33 സ്ഥാപനങ്ങൾക്കെതിരെ നേരിട്ട് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 1ഉം 2ഉം ഇരട്ടിയല്ല, 12,000-ലധികം ഇരട്ടിയാണ് മെർക്കുറിയുടെ അംശം ഈ ഫേസ് ക്രീമുകളിലും അതുപോലെ ലിപ്സ്റ്റിക്കുകളിലും ഒക്കെ കണ്ടെത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ്. 50ഓളം ജിമ്മുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജിമ്മുകളിൽ ഈ മസിൽ പെരുപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്ട്സിലെല്ലാം സ്റ്റിറോയിഡുകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇത് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഖത്തൊക്കെ ക്രീം തേക്കുന്നുണ്ടെങ്കിലും അത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നത് വളരെ അധികമാണ് എന്നുള്ളതാണ്. കിഡ്നി, വൃക്ക പോലുള്ള അവയവങ്ങളൊക്കെ ലിവർ, വൃക്ക പോലുള്ള അവയവങ്ങളെയൊക്കെ ഇത് ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. മറ്റൊന്ന്, നിലവാരം കുറഞ്ഞ ഫേസ് ക്രീമുകളും ലിപ്സ്റ്റിക്കുകളും ഒക്കെയാണ് ഇപ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകളോട് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ ഇതിന്റെ ലേബൽ ശ്രദ്ധിക്കണം, അതുപോലെ അഡ്രസ് ഉണ്ടോ എന്ന് നോക്കണം, കൃത്യമായ പ്രൊഡക്ട്സ് തന്നെയാണോ എന്ന് നോക്കണം എന്നൊക്കെയാണ്. ഒറിജിനൽ പ്രൊഡക്ട്സ് ഒരുപാടെണ്ണം നമുക്ക് അവൈലബിൾ ആണ്. ആ പ്രൊഡക്റ്റിന്റെയൊക്കെ കോപ്പി എടുത്തുള്ള പ്രൊഡക്റ്റുകളും ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വരുന്നത്. അതിന് വില കുറവായിരിക്കും. പക്ഷേ അത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പറയുന്നത്. ഏതായാലും ഈ പരിശോധന 2 ഘട്ടങ്ങളിലായാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിയിരിക്കുന്നത്. 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് സംസ്ഥാന വ്യാപകമായി ഇത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ സാനിയോ, പ്രധാനമായിട്ടും ലിപ്സ്റ്റിക്, അതേപോലെ ഫേഷ്യൽ ക്രീമുകൾ അല്ലേ? അതെ, ലിപ്സ്റ്റിക്കും ഫേസ് ക്രീമുകൾക്കുമാണ് ഈ മെർക്കുറി വളരെയധികം കൂടുതലായുള്ള സാധനങ്ങളുള്ളത്. മറ്റൊന്ന് ഹെയർ ക്രീം, ഹെയറിലൊക്കെ ഈ പലതരം ട്രീറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, കെരാറ്റിൻ പോലുള്ള പലതരം ട്രീറ്റ്മെന്റുകൾ പല ആളുകളായി നടത്തുന്നുണ്ട്. ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് വില കുറഞ്ഞ ക്രീമുകളാണ് എന്നൊരു ആരോപണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ കഴിയുന്നത് എന്നും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പറയുന്നു. ഇതൊക്കെയും ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ക്രീമുകളാണ് ഇതൊക്കെയും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പറയാൻ. പ്രമേഹ പരിശോധന നടത്തേണ്ടത് 25 വയസ്സ് മുതലെന്ന വിദഗ്ധ സമിതി. 30 വയസ്സിന് താഴെ പ്രമേഹം ബാധിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണെന്ന് കണ്ടെത്തൽ. വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ലഭിക്കുന്നത് മാരക വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കളാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ വിഷം മാത്രമല്ല, അത് നമ്മുടെ നാട്ടിൽ സുലഭമാകാൻ സഹായിക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൂടിയാണ്. നമ്മൾ നിത്യേന കുടിക്കുന്ന ചായ ഉണ്ടല്ലോ, സ്ട്രോങ് ടീ, അതിൽ മാരക രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. മലപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പും റിപ്പോർട്ടറും നടത്തിയ പരിശോധനയിലാണ് ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കൾ ചായപ്പൊടിയിലുണ്ടെന്ന് കണ്ടെത്തിയത്. എന്നാൽ ഇവയിൽ ഒളിഞ്ഞിരിക്കുന്ന പല രാസവസ്തുക്കളും നമ്മുടെ ആരോഗ്യത്തെ സാവധാനം നശിപ്പിക്കുകയും ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കാൻസർ ഇമ്മ്യൂണോതെറാപ്പി വിദഗ്ധനും കാൻസർ ഹീലിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ തരംഗ് കൃഷ്ണ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ക്ലീനറുകൾ കാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന് ഡോക്ടർ തരംഗ് മുന്നറിയിപ്പ് നൽകുന്നു. സോപ്പുകളിലും ക്ലീനറുകളിലും അടങ്ങിയിരിക്കുന്ന സുഗന്ധം പലപ്പോഴും താലേറ്റുകൾ എന്ന ദോഷകരമായ രാസവസ്തുക്കളെ മറച്ചുവെക്കുന്നു. ഇത് ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തെറ്റിച്ചേക്കാം. പല ഡിറ്റർജന്റുകളിലും ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ ശ്വാസകോശത്തെ പ്രകോപിപ്പിക്കുകയും ബ്രോങ്കൈറ്റിസ് പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
ഇത്തരം രാസവസ്തുക്കൾ ശരീരത്തിൽ സാവധാനം പ്രവർത്തിക്കുന്ന വിഷമായി മാറുകയും കാൻസർ വരാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഡിറ്റർജന്റുകൾ ശരിയായി കഴുകിക്കളഞ്ഞില്ലെങ്കിൽ വസ്ത്രങ്ങളിൽ അവശേഷിക്കുന്ന രാസവസ്തുക്കൾ ചർമ്മത്തിലൂടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാം. വീട് വൃത്തിയാക്കുമ്പോഴും സ്പ്രേകൾ ഉപയോഗിക്കുമ്പോഴും ഈ മണം ശ്വസിക്കുന്നത് വഴി ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. പാത്രങ്ങൾ കഴുകുന്ന സോപ്പിലെ രാസവസ്തുക്കൾ ശരിയായി നീക്കം ചെയ്തില്ലെങ്കിൽ ഭക്ഷണത്തിനൊപ്പം ശരീരത്തിലെത്താം. രാസവസ്തുക്കൾ കലരാത്ത ഹെർബൽ അല്ലെങ്കിൽ നാച്ചുറൽ ക്ലീനറുകൾ ഉപയോഗിക്കുക. ഇവ വെറും വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് വഴി വിഷാംശങ്ങളിൽ നിന്ന് സംരക്ഷിക്കാം. വീട്ടിലേക്ക് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക. സുഗന്ധത്തേക്കാൾ ഉപരിയായി അവയുടെ ഗുണനിലവാരത്തിനും സുരക്ഷിതത്വത്തിനും മുൻഗണന നൽകുക. 100% பியோர் கோகோனட் ஆயில்னு கிளைம் பண்றாங்க. ஆனா நீங்க பாட்டிலோட பின்னாடி பாத்தீங்கன்னா 100% பியோர் கோகோனட் ஆயில் இல்ல, வெஜிடபிள் ஆயில், பெட்ரோலியம்ல இருந்து எடுக்கக்கூடிய மினரல் ஆயில்னு சர்வ சகலமும் கலந்துருக்கு அதுலன்னு நிறைய சோஷியல் மீடியால இன்னைக்கு இது வைரல் ஆயிட்டு இருக்கு. ரிஃபைன்ட் ஆயில் எதை கொண்டு ரிஃபைன் பண்றோம்? ஹெக்சேன் ஒரு பெட்ரோலியம் சால்வெண்ட். இது பெட்ரோலியம் சால்வெண்ட் ஹெக்சேன். அதை அதுல கலந்து அதுக்கப்புறம் அந்த எண்ணெய் ரொம்ப தெளிவா கிளாரிட்டியோட இருக்கணுங்கிறதுக்காக ப்ளீச்சிங் ஏஜென்ட்ஸ் எல்லாம் யூஸ் பண்ணி இருங்க இதுக்கே வாந்தி எடுத்தா இப்படி ஃபைனலி அதுல துர்நாற்றம் போறதுக்காக அதை வந்து டியோடரைசிங் ஒரு ப்ராசஸ்க்கு உட்படுத்துவாங்க. அதாவது ரொம்ப ஹை ஹீட்ல அந்த எண்ணெயை சுட வைப்பாங்க அதுல நல்ல வாசனை வரதுக்காக. மேனுஃபேக்சரிங் ப்ராசஸ்லயே ஆல்ரெடி கண்ணா பின்னான்னு சூடு பண்ணின ஒரு எண்ணெயை தான் வீட்டுல குக்கிங் ப்ராசஸ்ல மீண்டும் ரீஹீட் பண்ணிக்கிட்டு இருக்கோம். இதுல என்ன நியூட்ரிஷன் இருக்கும்? இருக்க வேண்டிய எந்த நியூட்ரிஷனுமே இருக்காது. For the love of God, stop using traditional detergents. These things are full of toxic chemicals. They're so toxic you can smell them coming out of the plastic bottle. Chemicals like fragrances, sodium lauryl sulfate, and phthalates can be both carcinogenic and hormone disruptive. And the optical brighteners they add to this stuff to give your clothes the appearance of being clean can also be carcinogenic. And the great news, in every local grocery store there's now safer options like this Ecos brand made without synthetic ഭക്ഷ്യവിഷബാധയെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശികളായ 4 പേർ ചികിത്സയിൽ. ശാസ്തമംഗലത്തെ അലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന ഹോട്ടലിനെതിരെയാണ് പരാതി. ഒരാളുടെ നില ഗുരുതരമാണ്. ഹോട്ടൽ ഉടമ പണം നൽകി ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും പരാതിക്കാർ പറയുന്നു. വലിയൊരു കോളം വരച്ച് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും വായിച്ചു നോക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവില്ല. വാർണിംഗ്: ടേക്കിംഗ് പാരസെറ്റമോൾ മോർ ദാൻ ഡെയിലി ഡോസ് മേ കോസ് സീരിയസ് ലിവർ ഡാമേജ്. പിന്നെ ഓർ അലർജിക് റിയാക്ഷൻസ്, സ്വെല്ലിംഗ്, ത്രോട്ട്, ഫേസ്, അതുപോലെ മൗത്ത് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഡോളോയുടെ ഉപയോഗം കൂടിയത് കൊണ്ടായിരിക്കണം ഇപ്പം ഇങ്ങനെ ഒരു വാർണിംഗ് ഒക്കെ ആയിട്ട് ഡോളോ ഇറക്കാൻ കാരണം. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെറിയൊരു പനി, ചെറിയൊരു തലവേദനയ്ക്കൊക്കെ ഡോളോ മേടിച്ച് ക്രമാതീതമായിട്ട് കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, തന്നെ മാറും. എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം ഡോളോ കഴിക്കാൻ നോക്കുക. മരുന്നുകൾ ദീർഘനാൾ കഴിക്കേണ്ടി വരുന്നത് പ്രധാനമായും പ്രഷറും പ്രമേഹവും പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയാണ്. ജീവിതശൈലിയിലെ അപാകതകൾ മൂലം വായുവിലൂടെയും ഭക്ഷണത്തിലൂടെയും ലേപനങ്ങളിലൂടെയും ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളും വ്യായാമക്കുറവ് മൂലം ശരീരകോശങ്ങളിലുണ്ടാകുന്ന വിസർജ്യ വസ്തുക്കൾ നീക്കം ചെയ്യപ്പെടാതെ കെട്ടിനിൽക്കാൻ ഇടയാകുന്നതുമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം. ഈ വിഷാംശം ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂട്ടുന്നു. പ്രതിരോധശേഷി കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകിയാണ് മോഡേൺ മെഡിസിനിൽ അലർജി, ആസ്മ, ആർത്രൈറ്റിസ് തുടങ്ങിയ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളും ചികിത്സിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളുടെ യഥാർത്ഥ കാരണമായ ശരീരത്തിലടിഞ്ഞ വിഷാംശം മാറ്റാനും കൂടുതൽ വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും ജീവിതശൈലി ക്രമീകരിക്കാനും ശ്രമിക്കാതെ വിഷാംശം മൂലമുണ്ടാകുന്ന അമിതമായ ഇൻഫ്ലമേഷനെ അഥവാ അമിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ലക്ഷണങ്ങളെയാണ് ചികിത്സിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. ഇത് തികച്ചും അശാസ്ത്രീയമാണ്. മൂലകാരണമായ ജീവിതശൈലിയിലെ അപാകത മാറ്റാൻ ശ്രമിക്കാത്തതിനാലാണ് ചികിത്സിച്ചാലും ഇത്തരം രോഗങ്ങൾ മാറാത്തതും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നതും. ജീവിതശൈലി രോഗങ്ങളുള്ളവർ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാതെ മരുന്നിൽ അഭയം തേടുമ്പോൾ കാലക്രമത്തിൽ മറ്റു ജീവിതശൈലി രോഗങ്ങളും ഒപ്പം കൂടും. രോഗം മൂർച്ഛിക്കുന്നതും മരുന്നുകളുടെയോ ശസ്ത്രക്രിയകളുടെയോ പാർശ്വഫലങ്ങളും ജീവിതം ദുരിതപൂർണമാക്കുന്നു. ക്യാൻസർ ചികിത്സിച്ചു മാറ്റിയാലും വീണ്ടും വരാനിടയാകുന്നതും മൂലകാരണമായ ജീവിതശൈലി ക്രമപ്പെടുത്താൻ കഴിയാത്തതിനാലാണ്. ഒരേ രോഗത്തിന് വ്യത്യസ്ത ചികിത്സ ലഭ്യമായ ഈ കാലഘട്ടത്തിൽ ഏത് ചികിത്സ വേണമെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയണമെങ്കിൽ രോഗിക്ക് രോഗത്തെക്കുറിച്ചും വ്യത്യസ്ത ചികിത്സകളെക്കുറിച്ചും അവയുടെ ഗുണദോഷങ്ങളെക്കുറിച്ചും ഫലപ്രാപ്തിയെയും ചികിത്സാ ചെലവിനെക്കുറിച്ചും ബേസിക് അറിവുണ്ടാകേണ്ടത് ആവശ്യമാണ്.
ചികിത്സാ രീതികൾ കൂടുതൽ സങ്കീർണവും ചികിത്സാ ചെലവ് കൂടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വ്യത്യസ്ത രോഗങ്ങളിലും 4 വ്യത്യസ്ത ചികിത്സാ രീതികളിൽ ഓരോന്നിന്റെയും പ്രാധാന്യവും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയെന്ന് മനസ്സിലാക്കി തരിക എന്നതാണ് ഈ പങ്ക്തിയിലൂടെ ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ ഫുഡ് ഔഷധപ്രദമായിരിക്കണം. ആ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരരുത്. വല്ലപ്പോഴും ഒരു അസുഖം വന്നു അതിനെ അപ്പൊ തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റണം. ഇപ്പോഴത്തെ പ്രവണത അതല്ലല്ലോ. ലൈഫ് ലോങ് മരുന്ന് കഴിക്കുന്ന ഇതിലേക്ക് പോകുന്ന ഈ ഒരു ബിഗ് ഫാർമ സ്റ്റൈലിലോട്ടുള്ള ഒരു റെബല്യൻ, ഒരു റെവല്യൂഷൻ സ്റ്റാർട്ടായി. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ദാറ്റ് വി ആർ ബീങ് വിക്ടിംസ് ഓഫ് എ സിസ്റ്റം, ഓഫ് എ വെരി ബിഗ് സിസ്റ്റം. അപ്പോഴാണ് ഈ ന്യൂ ഏജ് ആൾക്കാർ പറയുന്നത് ലിവ് വിതൗട്ട് മെഡിസിൻ. ഓഫ് കോഴ്സ് യു ഷുഡ് ബി ലിവിംഗ് വിതൗട്ട് മെഡിസിൻ. ഇസ്ന്റ് ഇറ്റ് കോമൺ സെൻസ്? ഒരു രോഗിക്കല്ലേ മെഡിസിൻ ആവശ്യമുള്ളൂ. എല്ലാവരും പെർപച്വൽ രോഗികളാണ്. ഇനി മരണം വരെ നിങ്ങൾ രോഗിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണോ? എന്നാ ശരി, ആ രോഗം മാറ്റാൻ സിമ്പിൾ ആണ്. നിങ്ങളുടെ ജീവിത രീതി മാറണം. അപ്പൊ അതല്ലേ മാറ്റേണ്ടത്. അല്ലാതെ ജീവിത രീതി ഇതൊക്കെ തന്നെ മതി, നമുക്ക് വേറെ മരുന്ന് ആഡ് ചെയ്യാം, പിന്നെ ആ മരുന്നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് അടുത്ത മരുന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളെല്ലാവരും അതുമായിട്ട് മടിയന്മാരായതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ്. പിന്നെ